Radio Library. Radio Library with RJ Radish. എല്ലാവർക്കും നമസ്കാരം. റേഡിയോ മലയാളം 98.6 ഇത് റേഡിയോ ലൈബ്രറിയുടെ സമയം. നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ്. അപ്പൊ ഈ ആഴ്ചയിലെ പുസ്തകം ഏതാണെന്ന് അറിയണ്ടേ? അപ്പൊ അതിനു മുൻപ് ഇന്ന് നമ്മളുടെ കൂടെ എത്തിയിരിക്കുന്ന അതിഥിയെ നമുക്ക് പരിചയപ്പെടണം. ഒരു കവിയാണ്, എഴുത്തുകാരനാണ്, അധ്യാപകനാണ്, അതിലുപരി ഒരു ആക്ടറാണ്. നിരവധി ആൽബങ്ങളിലും സിനിമകളിലും ഒക്കെ തന്നെ അത്യാവശ്യം അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. ആകാശവാണിയിലെ കവിതകളും നാടകങ്ങളും ഒക്കെ അവതരിപ്പിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് ഇന്ന് നമ്മളുടെ കൂടെ റേഡിയോ മലയാളം 98.6 റേഡിയോ ലൈബ്രറിയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. അരുൺ ജി മുനിയറ. നമസ്കാരം, റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം അരുൺ. നമസ്കാരം രതീഷ്. ഈ മുനിയറ സ്ഥലമാണോ വീട്ടുപേരാണോ അതാദ്യം കേൾക്കട്ടെ? മുനിയറ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഗ്രാമത്തിന്റെ പേരാണ്. ഞാനിപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കുകയാണ്. എറണാകുളം ജില്ലയിലാണ് താമസിക്കുന്നത്. എങ്കിലും എനിക്ക് ഉള്ള ഒരു ഗൃഹാതുരത്വം എന്റെ കവിതകളുടെ പുസ്തകങ്ങളുടെ എല്ലാം തന്നെ പേരായിട്ടും ആനുകാലികങ്ങളിൽ വരുന്ന കൃതികളുടെ പേരായിട്ടും ഒക്കെ തന്നെ എന്റെ പേരിനോടൊപ്പം ഞാൻ എന്നും ഹൃദയത്തോടൊപ്പം ചേർത്ത് പിടിക്കുന്ന പോലെ ചേർത്ത് പിടിക്കുന്ന ഒരു വാക്കാണ് ശരിക്കും മുനിയറ എന്നുള്ള ഒരു പദം. അരുൺജി മുനിയറ എന്ന് അതുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ നമ്മുടെ MES ഇന്ത്യൻ സ്കൂളിലെ മലയാളം അധ്യാപകനാണ്. അതെ, ഒരു 5 വർഷത്തോളമായി ഞാനിവിടെ ഖത്തറിൽ വർക്ക് ചെയ്യണം, അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാണ്. MES ഇന്ത്യൻ സ്കൂളിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ആക്ടറാണ്, ഞാൻ എഴുത്തുകാരനാണ്, കവിയാണ്, എല്ലാ മേഖലയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലയിലും കുറച്ചുണ്ട്. സ്കൂളിലെ ഒരു കലാപ്രതിഭയായിരുന്നു. അപ്പൊ ചെറിയ രീതിയിലെ കഥകളി, അതുപോലെ ഏത് വർഷമായിരുന്നു കലാപ്രതിഭയായിട്ടുണ്ട്? അതിപ്പോ ഒരു എനിക്ക് തോന്നുന്നത് 97 തോന്നുന്നു. 95 മുതലൊക്കെ ഈ കവിതാ രംഗത്തേക്ക് കടക്കുകയും എഴുത്തിനോട് ഒരു ആഭിമുഖ്യം ഉണ്ടാവുകയും അങ്ങനെ ആകാശവാണി നിലയങ്ങളിലൊക്കെ തന്നെ ഞാൻ കവിത അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, നോവലുകൾ, കഥകൾ, കവിതകൾ. അതെ. അതിലിപ്പോ നോവൽ എഴുതിയത്? നോവലിപ്പോ ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഖത്തറിലെ അത്തർ എന്ന് പറഞ്ഞൊരെണ്ണം ഏതായാലും പൂർത്തിയാകാറായി. പിന്നെ ചെറുകഥകളിൽ ഉണ്ടായിരുന്നു, ചെറിയ ചെറിയ കഥകള് സ്കൂൾ കാലം മുതലുണ്ട്. കഥാസാരം, അതുപോലെ ആരൂഢം എന്ന് പറഞ്ഞ ചെറിയൊരു കഥയുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ സ്കൂൾ തലത്തിൽ പ്രൈസ് കിട്ടുന്ന ഇതായിരുന്നു. പിന്നെ ഞാൻ ഇതിന്റെ ആനുകാലികങ്ങളിൽ മിക്കവാറും കവിതകൾ വരാറുണ്ട്. 10-50ഓളം ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ എന്റേതായിട്ടുള്ള കഥകളും ചെറിയ കവിതകളും കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ കവിതകൾ കൂടുതൽ ഇഷ്ടമാണോ? അപ്പൊ കവിതകളൊക്കെ ഈണത്തിലൊക്കെ ചൊല്ലിയിട്ടുണ്ട്. കവിതകൾ തീർച്ചയായിട്ടും കലാപ്രതിഭയൊക്കെ ആയെന്ന് പറയുമ്പോൾ എന്തായാലും കവിതാ മത്സരത്തിലൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലെ? താല്പര്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മളെ നോവലാണോ, കഥയാണോ, കവിതയാണോ പരിചയപ്പെടുന്നത്? അരുണോദയം എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു പുസ്തകമാണ് എന്റെ കയ്യിലുള്ളിരിക്കുന്നതാണ്. കാവ്യസപ്തകം, കാവ്യജാലകം എന്ന് പറയുന്ന വേറെ കൃതികൾ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ 1.5 മാസത്തോളമായി ഇപ്പം ഞങ്ങളുടെ എല്ലാവരുടെ ഒരു അധ്യാപകരുടെ ഒരു കൂട്ടായ്മ എഴുതിയിരിക്കുന്ന 101 കവിതകളുടെ താരാട്ടുപാട്ടിന്റെ ഒരു കൃതികളും എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സമാഹാരമാണ് കയ്യിലുള്ളത്. അരുണോദയം, അരുൺ ഉദിച്ചു വന്നതുമായി ബന്ധപ്പെട്ടാണോ അരുണോദയം? ശരിക്കും ഒരു സൂര്യന്റെ ഒരു ഉദയം എന്ന രീതിയിൽ അതാണല്ലോ നമ്മൾ അരുണൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂര്യന്റെ പേരാളി എന്നാണ്. അപ്പൊ ആ ഒരു വേർഡിന് വളരെ താല്പര്യമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇട്ടത്. ഏതൊരു രീതിയിലുള്ള കവിതകളാണ് പോകുന്നത്? ഇപ്പൊ എത്ര കവിതകൾ ഇതിനകത്തുണ്ട്? ഇതിന്റെ അകത്ത് 28 കവിതകളാണുള്ളത്. ആത്മീയ പരിവേഷം കലർത്തുന്ന കവിതകളാണ് കൂടുതലും താല്പര്യമായിട്ടുണ്ടായിരുന്നത് ആ സമയങ്ങളിലൊക്കെ തന്നെ. എന്താണ് സഹൃദയഹൃദയ ആഹ്ലാദരഞ്ജകം സാഹിത്യം എന്ന് പറയുന്ന പോലെ തന്നെ സഹൃദയന്റെ ഹൃദയത്തെ ആഹ്ലാദിപ്പിക്കുകയും രഞ്ജിപ്പിക്കുകയും ചെയ്യുന്നതാണ് സാഹിത്യം. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഇതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഈ കവിതയിലൂടെ തന്നെ. പിന്നെ വായിക്കുന്ന ആൾക്കാർക്കല്ലേ, അതിന്റെ വായനക്കാർക്കല്ലേ അതിന്റെ ഒരു രസകരമായിട്ടുള്ള ഇത് പറ്റുള്ളൂ. അതെ. അപ്പൊ അങ്ങനെ അത് ഇപ്പൊ പുസ്തകം വായിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ കവിതകളാണെങ്കിലും അത് വായിക്കുന്നവർക്ക് അത് ഓരോ അർത്ഥമായിരിക്കും. തീർച്ചയായിട്ടും വായിക്കുന്നവർക്ക് ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള മനസ്സിൽ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ കവിയായി തിരിയുള്ളൂ. തീർച്ചയായിട്ടും. അപ്പൊ നമ്മള് ഇന്ന് 28 കവിതകൾ അടങ്ങിയിട്ടുള്ള കവിതാ സമാഹാരമാണ് അരുണോദയം. അതെ. അപ്പൊ അതില് ഇപ്പൊ നമുക്ക് ഏത് കവിതയാണ് ഒന്ന് പരിചയം? ഞാൻ ശരിക്കും ഇതൊരു മാഗസിന് വന്നതാണ്. വോയിസ് ഓഫ് ആർട്ടിസൻസ് എന്ന് പറഞ്ഞൊരു മാഗസിന് വന്നിരിക്കുന്ന ഒരു കവിതയാണ്. വൃദ്ധനായിട്ടുള്ള ആൽവൃക്ഷം. ഒരു ആൽവൃക്ഷത്തിന്റെ ജടിലമായിട്ടുള്ള നൊമ്പരങ്ങളെ പറ്റിയാണ് ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു എന്റെ കവിതകൾക്ക് മിക്കവാറും ഒരു എല്ലാവരും പറയുന്ന കേസ് ഒരു സ്പിരിച്വൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് തോന്നിപ്പോകാം. കുമാരനാശാന്റെ കവിതകൾക്ക് ചിലതുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ അതല്ല എന്ന് പറയുന്നത് വീണഭൂമിയിലൊക്കെ കാണുന്ന ആ ഒരു സർക്കംസ്റ്റാൻസസ് ചിലപ്പോൾ സം ടൈം തോന്നാം. അപ്പൊ അതുകൊണ്ട് അതാണ് വൃദ്ധനായിട്ടുള്ള ആൽവൃക്ഷം എന്ന് പറയുന്ന ഒരു കവിതയില്. കവിത ചൊല്ലുന്ന ആളാണ്, സ്വന്തം കവിത ഒരു ഈണത്തിൽ ചൊല്ലി കേൾക്കാനായിട്ട് കൂടി ആഗ്രഹിക്കുന്നുണ്ട്. വൃദ്ധനായിട്ടുള്ള ആൽവൃക്ഷം. വൃദ്ധനായ ആൽവൃക്ഷം. ജീർണിച്ചു വൃദ്ധനാം യുവനളനല്ലാത്ത പാരിച്ചു വശം കെട്ട വൃദ്ധനാം ആൽവൃക്ഷമേ, ഇലകൾ കൊഴിഞ്ഞു നിൻ മാറിലെല്ലുകൾ മാത്രമാം നിൻ വക്ഷസിൽ
വിശ്വചക്രവാളം തെളിയുമീ നിന്റെ വൃക്ഷശിഖിരങ്ങളിൽ, ആകാശമലർവാടി പൂത്തുപെയ്യാതെ ചൂടിൽ നാമ്പുകൾ തളിർക്കാതെ, വക്ഷം നിന്നിൽ യുവസംഗീതം തീർക്കാതെ കുയിലുകൾ നിന്നിൽ മധുര സംഗീതം മീട്ടാതെ, പറയൂ നീ എന്തിന് വൃദ്ധനായി. ഇതാണ് കവിതയുടെ ഒരു വാക്കുകൾ എന്ന് പറയാമെങ്കിൽ നമുക്ക്. ഒരു കാറ്റ് ആ വൃക്ഷത്തിനെ തലോടുന്ന ശിഖരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞപ്പോൾ പിന്നെയും വന്ന് അതിലേക്ക് തളിർപ്പുകൾ ചൊരിയുന്ന ഒരു കവിതയാണ്. അപ്പൊ തന്റെ നാളെയുടെ പ്രതീക്ഷകളാണ് ഈ കവിത എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഉണങ്ങിക്കരിഞ്ഞ ഇളം മനസ്സുകളിലേക്ക്, മനുഷ്യരുടെ ഓരോരോ അവസ്ഥകളിലേക്ക് ഓരോ കാറ്റുകൾ വരുമ്പോൾ പിന്നെയും പിന്നെയും അവന് തളിർക്കുവാനും പൂക്കുവാനും പ്രതീക്ഷിക്കുവാനും ഒരുപാട് ജീവിതത്തിലുണ്ട്. നൈരാശ്യം വേണ്ട എന്നുള്ള ഒരു സന്ദേശമാണ് ഈ കവിതയിലൂടെ തരുന്നതെന്ന് പറയാം. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്ന കവിത ഏതാണ്? ഇനി വാർദ്ധക്യം എന്ന് പറയുന്ന ഒരു കവിത ചൊല്ലാം. ശരിക്കും ഒരു എന്താണ്, സനാതനമായ ഏതെങ്കിലും ധർമ്മത്തെയോ സത്യത്തെയോ അടിസ്ഥാനപ്പെടുത്തി അല്ലാതെ യാതൊരു മൂല്യങ്ങൾക്കും നിലനിൽക്കാൻ കഴിയുകയില്ല എന്നുള്ളൊരു സാധ്യമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ കേൾക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒടുക്കമീ വഴിത്താരതൻ ഇരുൾക്കയങ്ങളിൽ ഒതുക്കമോടെ ഞാൻ പതുക്കെ ചൊല്ലുന്നു, നീർത്തളങ്ങളും മുൾക്കുരുക്കുമായി നിമിത്തമോരോന്നും ചതിത്തളങ്ങളായി ചതുപ്പിടങ്ങളിൽ പിരിഞ്ഞു പോകും വയോധികർ, ചങ്ങാത്തമെല്ലാം ഉടച്ചു വാർക്കുവോർ, നേർത്തവറുതിയിൽ പൊറുതിയേകി ഞാൻ ചൂഴ്ന്നെടുക്കുന്നു നിന്റെ സ്നേഹസൗഹൃദം. ഈ സ്നേഹസൗഹൃദം ചൂഴ്ന്നെടുത്തുകൊണ്ട്, അതായത് ഓരോ ദിവസവും ചെറിയ കുട്ടിയായിട്ടിരിക്കുന്നു, ശിശുവായിട്ടിരിക്കുന്നു, പിന്നെ ബാല്യകാലത്തിലേക്ക് വരുന്നു, യൗവനത്തിലേക്ക് വരുന്ന, കൗമാരം കഴിഞ്ഞ് വൃദ്ധനായിട്ടുള്ള വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരുവാണ്. ഈ വൃദ്ധനായിട്ട് വരുന്ന ഈ അവസ്ഥയിൽ പോലും നമ്മളെ യൗവനത്തിൽ നമ്മളെ തഴുകി ഉണർത്തിയ, അല്ലെങ്കിൽ കൗമാരത്തിൽ നമ്മളോട് കൂടെ നിന്നിരുന്ന, ശൈശവത്തിൽ നമ്മളെ സംരക്ഷിച്ചിരുന്ന നമ്മുടെ ആൾക്കാരൊന്നും തന്നെ അവിടെ കാണാതെ വരുന്നു. അപ്പം ആദ്യം നമ്മളെ വളർത്തിയിരുന്ന കുട്ടികൾ അവസാന നിമിഷത്തേക്ക് അമ്മയെയും അച്ഛനെയും ഉപേക്ഷിക്കുന്ന ഒരു അവസ്ഥയാണ് ഇതിന്റെ അകത്ത് കാണിക്കുന്നത്. അവസാന നിമിഷത്തിൽ ദീനക്കൊടും ചൂടിൽ പനി പിടിച്ചുവോ ദീപ്തവേവിനാൽ ചെറ്റക്കുട്ടിലിൽ ഇറ്റുവറ്റില്ലാതെ പശിയടക്കി ഇതൾ വിരിയും ഒരുപാട് മൗനദുഃഖങ്ങളിൽ, ഓർത്തു നോക്കുന്ന മുതിർത്ത വാക്കുകൾ അർത്ഥമുള്ളതോ അന്വർത്ഥങ്ങളോ. അപ്പം അർത്ഥമുള്ളതോ അന്വർത്ഥങ്ങളോ ആയിട്ടുള്ള വാക്കുകൾ നമ്മൾ പറയുന്നു. ശരിക്കും ജീവിതത്തിന്റെ ഒരു നൈർമിഷികത അല്ലെങ്കിൽ നീർക്കുമിള പോലെ നിലയറ്റതാണ് നമ്മുടെ ജീവിതം എന്നിവിടെ കാണിക്കുകയാണ്. അത് ഒരു നിമിഷം കൊണ്ട് പളുങ്ക് പോലെയുള്ള ജീവിതം നമുക്ക് കാണുവാൻ കഴിയൂവിടെ. അതുപോലെ തന്നെ എന്താണ്, നളിനീതളകത ജലമതി തരളം, അതായത് ഒരു താമരയുടെ ഇതളിൽ കിടക്കുന്ന വെള്ളത്തുള്ളികൾ എങ്ങനെയാണോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധവും ഇല്ലാതെ നിൽക്കുന്നത്, അതുപോലെ തന്നെ ആയി തീരണം എന്ന് പിന്നെയും പിന്നെയും ഊട്ടി ഉറപ്പിക്കുകയാണ് ഈ കവിതയിലൂടെ. തലനാരുകൾ നരവരച്ചതറിഞ്ഞില്ലേ, വില പേശുവാൻ ഇനി നാം വരേണ്ടതില്ല ഈ ജീവിത ചന്തയിൽ, അടക്കി വാഴുന്നു കരിന്തിരി നാരുകൾ ജീവിത പടക്കിനി നാം ഇറങ്ങേണ്ട നിശ്ചയം. ഓരോ ദിവസം കൂടുന്തോറും ആയുസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നമുക്ക് ഇനി വില പേശുവാൻ ഒന്നും ഇല്ലത്രേ. ഇനി നമ്മൾ ഒന്നും നോക്കണ്ട, നമ്മൾ എവിടെയെങ്കിലും കിടക്കുക എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വാർദ്ധക്യം എന്നേക്കും വരികയാണ്. അപ്പൊ നമ്മുടെ മക്കൾ എന്ത് ചെയ്യും? എന്താണ്, വൃദ്ധസദനങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. വൃദ്ധസദനങ്ങളിൽ അപ്പാർക്കേണ്ടവർ നാം, ചില്ലുറ്റു വെക്കുവാൻ ഒരു ചിത്രം ഈ ചുവരിൽ, മുത്തച്ഛനെങ്ങാനും മരിച്ചു പോയാൽ ബലഹീനമാം ചരടിൽ തൂങ്ങിയാടവേ വൈകാതെ അത് മാറ്റി പ്രതിഷ്ഠിച്ചിടും പുതുതലമുറയ്ക്ക് എത്രയോ വെളിപാടുകൾ. പുതുതലമുറയുടെ വെളിപാടിനെ പറ്റിയാണ് അവിടെ പറയുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം ആ മുത്തച്ഛന്റെ ആ ഒരു ഫോട്ടോ പോലും അവിടെ നിന്നും ചുവരിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കുന്ന പുതുതലമുറ, അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബന്ധങ്ങൾക്ക് ഇത്രയും ബന്ധനങ്ങളോ, നിഴൽ തേടി അലയുന്ന യാത്രികർ തളരുന്നുവോ, പകൽ പോയി മറയുന്നു വേഗം, പാന്തരായി ദൂരമളയ്ക്കുക സമസ്യയ്ക്കു നിങ്ങൾ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിത്രമാണ് ഇവിടെ ഈ കവിതയിലൂടെ പറയുന്നത്. പിന്നെ അടുത്ത കവിതയിലേക്ക് നമുക്ക് പോവുകയാണെങ്കിൽ, അടുത്ത കവിത ഇവിടെ യാത്രാമംഗളം എന്നൊരു കവിതയാണ്. ഇതിന്റെ അകത്ത് ശരിക്കും ഈ കവിതയിൽ എന്റെ ഒരു അധ്യാപകന്, അദ്ദേഹം സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ ഞാൻ എഴുതിയ, എന്റെ മനസ്സിൽ തോന്നിയ ഒരു കവിതയാണ്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു അധ്യാപകനായിരുന്നു മലയാള അധ്യാപകൻ കൃഷ്ണപിള്ള സാറ്. അദ്ദേഹം സ്കൂളിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു യാത്രയപ്പ് എല്ലാവരും കൂടെ കൊടുത്തു. ആ സമയത്ത് ഞാൻ എഴുതുകയാണ്. എന്നെ ചെറിയ ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകനാണ്. വലിയ ക്ലാസ്സുകളിലല്ല, പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിച്ചാണ്. ഞാൻ ശരിക്കും ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ ഞാൻ എന്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ്, കോട്ടയം ജില്ലയിലെ പാലായിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പക്ഷേ ഞാൻ ചെറിയ ക്ലാസ്സുകളിൽ ഞാൻ ഇടുക്കി ജില്ലയിലെ മലയോര ഗ്രാമമായിട്ടുള്ള മുനിയറ എന്ന് പറയുന്ന ഗ്രാമപ്രദേശത്തിലാണ് ഞാൻ പഠിച്ചു വന്നത്. അപ്പൊ അങ്ങനെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ശരിക്കും മലയാളത്തെ അത്രമാത്രം അദമ്യമായിട്ട് പ്രണയിച്ച, ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിലേക്ക് ഇട്ടു തന്ന മലയാള ഭാഷയുടെയും മലയാള സൗന്ദര്യത്തിന്റെയും ഒരു ചെറിയ ഒരു വശം നമ്മുടെ മനസ്സിൽ കുത്തിവെച്ച ഒരു അധ്യാപകൻ. ഇന്നും ഞാൻ ഒരു മലയാളം അധ്യാപകനായിട്ട് ഇവിടെ തുടരണമെങ്കിൽ ആ ഒരു അധ്യാപകന്റെ സ്വാധീനം എന്റെ മനസ്സിലുണ്ട് എന്ന് തന്നെ ഞാൻ പറയുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മയ്ക്കായിട്ട് അന്ന് കുറിച്ച ഒരു കവിതയാണ് യാത്രാമംഗളം. ഓർമ്മകൾ എത്രയോ കഴിഞ്ഞുപോയെങ്കിലും ഇണ്ടലോടൻ മനസ്സിന്റെ ഓർമ്മയിൽ ഓർമ്മകൾ മാത്രമല്ലോ, വിട പറയും നേരത്തു നീ എന്റെ ചാരത്തു കൊടിയ വിഷാദത്താൽ ചൊല്ലിയ വാക്കുകൾ പേർത്തോർത്തു ഞാൻ ഗദ്ഗതം പുതുക്കെട്ടൻ ഗുരു. ഓർമ്മകളെ താലോലിക്കുന്ന ഒരു വിദ്യാർത്ഥി
വിദ്യാർത്ഥി എന്ന നിലയിലാണ് കവിത കാണാൻ കഴിയുന്നത്. പലതരത്തിലുള്ള തമാശകളും പറഞ്ഞ് പലതരത്തിലുള്ള വിദ്യക്കിടയിലും, അതായത് ഞങ്ങൾക്ക് തരുന്ന ആ ഒരു അറിവില് നിറച്ചും രസകരമായിട്ടുള്ള ഓർമ്മകളും വിജ്ഞാനവും തന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച ആ ഒരു അധ്യാപകന്റെ ഓർമ്മയാണ് ആ കവിതയിലൂടെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വിദ്യക്കിടയിലും ഞങ്ങളിൽ സത്വരം പേർത്തോരോ വജസ്സുകൾ കർത്തോക്തി നൽകി സ്തബ്ധരായി മാറ്റിയതും എന്നോർമ്മയിലെ ഓർമ്മകൾ മാത്രം. വിറയാർന്നീ വാക്കുകൾ കുറിക്കട്ടൊരുപക്ഷേ കുറയ്ക്കാൻ കഴിഞ്ഞെങ്കിലെൻ മനോവ്യത സർവം. ഗുരുസ്മരണയ്ക്ക് മുന്നിൽ ഞാൻ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി കാഴ്ചവെച്ചിടാം തൊഴുകയ്യാൽ. ഹേ മഹാരഥാ, സത്വരം നേരുന്നു മംഗളം നിനക്കു ഞാൻ പിന്നെയും. ഇതെന്നായിരുന്നു എഴുതിയിരുന്നത്? ചെറുപ്പത്തിൽ എഴുതിയതാണോ? ഇത് ശരിക്കും 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞാൽ ഇദ്ദേഹം ആ സ്കൂളിൽ നിന്ന് പോയത്. അപ്പൊ ഞാനൊരു ഡിഗ്രി സമയത്ത് എഴുതിയ ഒരു കവിതയാണ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഴുതിയ ഒരു കവിതയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, എന്തായിരുന്നു മാഷ് ഇത് വായിച്ചു കഴിഞ്ഞിട്ട്? മാഷ് ശരിക്കും കണ്ണു തുടച്ചു. മാഷിന്റെ മുമ്പിൽ വെച്ചാണ് ഞാനിത് ഈ കവിത ആദ്യമായിട്ട്, അദ്ദേഹം വായിച്ചു കേൾക്കുകയല്ല ചെയ്തത്, അദ്ദേഹം ഞാൻ ചൊല്ലി കേൾക്കുമായിരുന്നു ആ സമയത്ത്. ചൊല്ലി കേട്ടു. അപ്പൊ ഞങ്ങളുടെ യാത്രയപ്പിന് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം വെച്ചു. പ്രൈമറി ക്ലാസ്സുകളിൽ പഠിപ്പിച്ച ഈ അധ്യാപകന്റെ യാത്രയപ്പിന് വേണ്ടി ഞങ്ങൾ ഈ സ്കൂളിലേക്ക് വരുമ്പോൾ അപ്പൊ ഞങ്ങൾക്കൊരു ശരിക്കും ഒരു അഭിമാനമായിരുന്നു. കാരണം ആ അധ്യാപകൻ പോവുക എന്ന് പറയുമ്പോൾ അത് ഒരു വിഷമമുണ്ട്. പക്ഷെ ഞങ്ങളെ പഠിപ്പിച്ച അധ്യാപകന് ഇത്രമാത്രം എല്ലാ നാട്ടുകാരും അതുപോലെ എല്ലാ ആൾക്കാരും കൂടി ഒരു സ്വീകരണം കൊടുക്കുക എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ ഒരു ശരിക്കും മനസ്സിന്റെ ഒരു അഭിമാനമായിരുന്നു. ആ നാട് തന്നെ ശരിക്കും അദ്ദേഹത്തിന്റെ ആ ഒരു പോക്കിലെ കരയുമായിരുന്നു. കാരണം ഏതോ നാട്ടിൽ നിന്നും വന്ന അധ്യാപകൻ ആ നാടിന് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്തു, ആ നാടിനും നാട്ടുകാർക്കും വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയൊക്കെ ചെയ്തു. അപ്പോൾ ശരിക്കും ഞങ്ങളുടെ എല്ലാം മനസ്സിൽ ആ ഗ്രാമത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകനായി മാറി അദ്ദേഹം. അപ്പൊ അത് ശരിക്കും ഒരു അധ്യാപകന് കിട്ടാവുന്ന ഒരു അവാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഒരു സമ്മാനം. ഇന്ന് ശരിക്കും അധ്യാപകർക്ക് അങ്ങനെ ഒരു അവാർഡ് നാട് കൊടുക്കുന്നില്ല. നമ്മളെ ഏതാണെന്നറിയില്ല, നമ്മുടെ ആയിട്ടുള്ള സ്വാധീനം അറിയത്തില്ല, പക്ഷെ നമുക്കും എന്തൊക്കെ ചെയ്യണമെന്നും തന്നെ അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഓരോ അധ്യാപകരും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്നെനിക്ക് തോന്നാറുണ്ട്. ഈ കാറ്റിനോട് എന്ന് പറയുന്ന ഒരു കവിതയാണ് ഞാൻ ചൊല്ലാൻ പോണത്. ഓക്കെ, ശരിക്കും എനിക്ക് ഈ പ്രകൃതി അതുപോലെ തന്നെ ഫലഭൂയിഷ്ടമായിട്ടുള്ള നമ്മുടെ നദികളും മരങ്ങളും മലകളും ഒക്കെ തന്നെ എന്നെ ഹഠാത് ആകർഷിക്കുന്ന ഒരു സംഗതിയായിരുന്നു. കാരണം എന്റെ ജീവിതം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ ഗ്രാമമാണ്, ഞാൻ പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതില് അസാധ്യപരമായിട്ടുള്ള പ്രകൃതി, പച്ചപ്പ്, ശരിക്കും ഗ്രീനറി എന്നെ വളരെയധികം ഹരിതാഭം നിറഞ്ഞ ഒരു സ്ഥലത്തിലൂടെയായിരുന്നു. ഇപ്പൊ കാലികളെ മേയിച്ചും ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയായിരുന്നു. സ്കൂളിൽ നിന്നും വിട്ടുവരിക, പിന്നെ പശുക്കളെയും ആടുകളെയൊക്കെ മേയിച്ച് ഇങ്ങനെ തൊടിയിലൂടെ നടക്കുക, എങ്ങനെയൊക്കെയുള്ളൊരു ഇത് വളരെ ഇതായിരുന്നു. പക്ഷേ ഈ ഖത്തറിലൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഊഷരമായിട്ടുള്ള ഈ ഒരു ചൂടില് നമുക്കതൊക്കെ ഒരു ഗ്രഹാതുരത്വം തന്നെയാണ്. നമ്മുടെ ആർ രാമേന്ദ്രൻ നായരുടെ പ്രലോഭനം, അതുപോലെ തന്നെ പാറ്റൂർ രവിവർമ്മയുടെ മേഘരൂപന്, ഗാന്ധിയും കവിതയും സച്ചിദാനന്ദന്റെ ഈ കവിതകളിലൂടെയൊക്കെ കാണുന്ന ഒരു സംഗതി. അതുപോലെ അതിലുപരിയായിട്ട് സുഗതകുമാരിയുടെ കവിതകളിലൂടെയൊക്കെ പ്രകൃതി എന്നുള്ള ഒരു ആരാധ്യമായിട്ടുള്ള ഒരു ഇതിനെ സ്വാധീനിച്ചു അന്ന് തന്നെ ഉണ്ടായിരുന്നതാണ്. അതുപോലെ ആ എഴുത്തുകാരൊക്കെ തന്നെ നമ്മുടെ കവിതയിലെ ഒരു സ്വാധീനപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുവായിരുന്നു. വയലുകൾക്കപ്പുറം വാകപൂത്ത വഴിയിലൂടെ അന്തിം മറഞ്ഞുപോയി എന്ന നമ്മുടെ ആർ രാമേന്ദ്രന്റെ ആ കവിത ഒക്കെ കൂടുതലായിട്ട് സ്വാധീനിച്ചുകൊണ്ടാണ് ശരിക്കും കാറ്റിനോട് എന്ന് പറയുന്ന ആ കവിതയിലേക്ക് വന്നത്. എന്താണിവിടെ നീ ഇന്നൊറ്റയ്ക്കു കാറ്റേ, എവിടെ പോയി നിൻ കൂട്ടുകാരെല്ലാം? പക്ഷികൾ, മേഘങ്ങൾ, പനന്തത്തകൾ, ഋതുഭേദം വന്ന ഈ താഴ്വരകൾ, ജീവനിൽ പുതുജീവൻ കൊരുത്തൈ കടലിന്റെ ഗർജനവും നിന്റെ കൂടെയോ? എവിടെ തുടങ്ങി നീ കാറ്റേ, എവിടേക്കു പോകുന്നു നീ കാറ്റേ? ശരിക്കും കിഴക്ക് വസിക്കുന്ന ആ ആൾക്കാർക്ക് കാറ്റിന്റെ ഒരു ശല്യം കൂടെയുണ്ട്. ആ പ്രദേശങ്ങളിലൊക്കെ ശക്തമായിട്ടുള്ള ഒരു കാറ്റുമുണ്ട്. അതും പ്രകൃതിയുടെ ഒരു ഭാഗം തന്നെയാണ്. കാറ്റ്, മഴ, വെയില്, ഇതെല്ലാം തന്നെ പ്രകൃതിയുടെ ഏറ്റവും ആദരണീയമായിട്ടുള്ള ഒരു വസ്തു തന്നെയാണ്. അപ്പൊ ഈ ഒരു ഇതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ട് ആ പ്രകൃതിയെ നമ്മൾ ആദരിക്കുക കൂടിയാണ് അവിടെ ചെയ്യുന്നത് പറയാം ഈ കവിതയിലൂടെ. വടക്കു നിന്നാരോ കൊടുത്തൊരു ദൂതുമായി ചക്രവാളത്തിൽ പറവകൾ പാറുമ്പോൾ, കിഴക്കു നിന്നോടി വരുന്നു മഴഗജം, ഉഗ്രതാണ്ഡവമാടുന്നൊരീ മഴയുടെ ഉത്ഭവം നീ തന്നെയാണെന്നറിയുമ്പോൾ എന്നുള്ളിൽ എത്രയോ പൂത്തിരികത്തുന്നു. നഗരപ്രാന്തത്തിലും അതുപോലെ തന്നെ ഗ്രാമത്തിന്റെ വിശുദ്ധിയിലും എല്ലായിടത്തും ഒരുപോലെ പെയ്യുന്ന മഴയെയും കാറ്റിനെയും തന്നെയാണ് ഈ കവിതയിലൂടെ കാണുവാൻ സാധിക്കുന്നത്. കൂട്ടുകാരായി കൂടുവാൻ താമസം കുറിച്ചില്ല കാറ്റേ എന്ന് പറയുമ്പോൾ അത് കൂട്ടുകാരനെയാണ് പറയുന്നത്. കാറ്റേ പറയൂ നീ എവിടേക്ക് പോകുന്നുവെന്ന്, എവിടെ തുടങ്ങി നീ കാറ്റേ? അവിടെ ഈ അനാഥമാം ചപ്പു കൂമ്പാരത്തിലെ സുരിമയുടെ മന്ത്രണം പേറുന്ന
ചുടലപ്പറമ്പിന്റെ മക്കളെ കണ്ടു നീ പൊട്ടിക്കരയുന്നതെന്തിനു കാറ്റേ. കാറ്റ് ആരെയും വിടുവാൻ തോന്നുന്നില്ല. മരണത്തിലും അതുപോലെ തന്നെ ജനിമൃതികൾക്ക് ഇടയിലും എല്ലാം തന്നെ അത് ഭൂമിയിൽ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന പ്രകൃതിയുടെ ഒരു പ്രതിഭാസമാണ് ഈ കാറ്റ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കവിത ഇവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് എവിടേക്കും പോകേണ്ട, ശാന്തിയോട് ഇവിടെ ഈ മണ്ണിൽ ചടഞ്ഞുകൂടാം, എവിടെയും പോകേണ്ട 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 നീ കാറ്റ്. കാറ്റിനെ പിന്നെയും തൻ്റെ സ്വത്വത്തിനോട് കൂടി വിളിച്ച് ചേർക്കുകയാണ് ഇവിടെ ഈ കവി ചെയ്യുന്നത്. കാറ്റിനെ കുറിച്ചൊക്കെ ഒരുപാട് കവിതകളും ഒരുപാട് പാട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ എത്രയാണെങ്കിൽ തന്നെ പ്രകൃതിയെ എത്ര വർണ്ണിച്ചാലും തീരില്ല എന്നുള്ളത് തന്നെയാണ്. വീണ്ടും വീണ്ടും നമ്മൾ വാക്കുകൾ കൊണ്ട് പ്രകൃതിയെ വർണ്ണിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എഴുതിക്കൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് ഇടുക്കിക്കാരനായതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല, കവിത എഴുതാൻ തോന്നും. അവിടെ ഒരു നല്ല കാറ്റും മഴയും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത്തരത്തിൽ കവിത എഴുതാൻ തോന്നും. അവിടുത്തെ ഒരു കാറ്റിന് നല്ല തണുപ്പുണ്ടാവും. തീർച്ചയായിട്ടും നല്ല തണുത്ത കാറ്റാണ്. ഒന്നാം തന്നെ നമ്മുടെ നേരിമംഗലം പ്രദേശത്തോടൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ശരിക്കും തുടർച്ചയായിട്ടുള്ള ഒരു മഴയുടെ ഗദ്ഗതം നമുക്ക് കേൾക്കാൻ പറ്റും. മഴയുടെ ഒരു ചാറ്റൽ മഴയായിരിക്കും അവിടുത്തെ. പല രീതികളിലും പല ഭാവങ്ങളിലും പെയ്യുന്ന മഴകൾ നമുക്കുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ചാറ്റൽ മഴയുടെ രൂപത്തിലും പെരും മഴയുടെ രൂപത്തിലും നേരെ പെയ്യുന്ന മഴയായിട്ടും ഇടിമിന്നലോട് കൂടിയ മഴയായിട്ടും പലതരത്തിലുള്ള മഴയുണ്ട്, അതുപോലുള്ള കാറ്റുകളുണ്ട്. ഈ കാറ്റും മഴയും ഒക്കെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളായിട്ടുള്ള ഇവയെല്ലാം തന്നെ മനസ്സിലെ സ്വാധീനിക്കുകയും മനസ്സിലെ കവിത എഴുതുവാനുള്ള ആവേശം ജനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പല പ്രാവശ്യവും. തീർച്ചയായിട്ടും പ്രകൃതി ചില നേരത്തൊക്കെ നമ്മളോടൊക്കെ ക്ഷോഭിക്കുമെങ്കിലും പ്രകൃതിയോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രകൃതി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. കാരണം നമ്മൾ ഇതിന്റെ അകത്ത് തന്നെയാണ് ജീവിക്കുന്നത്, ഇതിന്റെ അകത്ത് തന്നെയാണ് നമ്മൾ ജനിച്ചത്, ഇതിന്റെ അകത്താണ് നമ്മൾ കൂട്ടുകൂടിയത്, ഇതിന്റെ അകത്താണ് നമ്മൾ പ്രണയിച്ചത്, സ്നേഹിച്ചത്. അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രകൃതിയെയും അതിന്റെ പ്രതിഭാസങ്ങളെയും തീർച്ചയായിട്ടും മറക്കരുത്. നമ്മുടെ മനസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവേശം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഏറ്റവും ഒരു സ്നേഹമസൃണമായിട്ടുള്ള ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷനാണ് ഈ പ്രകൃതി എന്ന് വേണമെങ്കിൽ പറയാം. അരുണോദയം എന്ന കവിതാ സമാഹാരത്തിൽ 4 കവിതകൾ മാത്രമാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പൊ ബാക്കിയുള്ള കവിതകളുടെ പേരുകൾ കൂടി ഒന്ന് നമുക്ക് പറഞ്ഞേക്കാം അല്ലേ? ഇതിന്റെ അകത്ത് അരുണോദയം എന്ന് പറഞ്ഞുകൊണ്ടൊരു കവിതയുണ്ട്. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ട് 28 കവിതകളാണ് വരുന്നത്. ഇതിന്റെ അകത്ത് വാർദ്ധക്യം മുതൽ പരിചിത മുഖം വരെയുള്ള കവിതകളാണ്. രാത്രിസത്രം, സരസ്വതി ഭാഹിമം, ഭക്തി, പാതേയം, അയനം, യാത്രമംഗളം, അനന്തമായ യാത്ര, ഒരു യാത്രാമൊഴി, ജപശ്രുതി, ഉണ്മ, നീ വരും, ക്യാമ്പസ് ഓർമ്മകൾ, ജീവിതം, കുറുങ്കവിതകൾ. കുറുങ്കവിതകൾ കുറച്ച് കവിതകൾ കൂട്ടി നമ്മൾ എഴുതിയിരിക്കുന്നതാണ്. ചെറിയ ചെറിയ 4 വരികളുള്ള കവിതകളായിട്ട് എഴുതിയിരിക്കുന്നതാണ്. വരകൾ, ഞാൻ, വൃദ്ധനായ ആൽവൃക്ഷം, കാറ്റിനോട്, ചന്ദ്രിക ആഴ്ചപ്പതിപ്പിൽ വന്ന കവിതയാണ്. അതുപോലെ തന്നെ ദേശാഭിമാനിയിലും മലയാളം മനോരമയിലും മാതൃഭൂമിയിലും കവിതകൾ വന്നിട്ടുണ്ട്. നഷ്ടപ്പെട്ട ജീവിതം, നിലാവിന്റെ നാട്ടില്, അമ്മ, സപ്തതി ആഘോഷം, സഹോദരി ആർച്ചയ്ക്ക്, നക്ഷത്രങ്ങളെ കാത്ത്, കണ്ണുകൾ, അരുണോദയം, പരിചിതമുഖം. ഇത്രയും കവിതകളാണ് ഇതിന്റെ അകത്ത് ഉൾച്ചേർന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അവതാരിക എഴുതിയിരിക്കുന്ന ഡോക്ടർ മായ ഗോവിന്ദരാജാണ്. അവര് കൊല്ലം കോളേജിലെ പ്രൊഫസറാണ്. അതായത് നിലച്ചിരിക്കാത്തൊരു മഴയുടെ നേരത്ത്, ശരിക്കും മഴക്കവിത എന്ന് തന്നെ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു പരിവേഷം അതിന്റെ അകത്തുണ്ട്. അരുണിന്റെ ആദ്യ കവിതയായ വാർദ്ധക്യം തന്നെ വ്യർത്ഥമായിട്ടുള്ള ഒരു ജീവിതത്തിന്റെ പുറഞ്ചട്ടയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ കുറിച്ചിരിക്കുന്നത്. ആൽമരത്തെ അക്ഷരം പഠിപ്പിച്ച കവികള്, ആത്മീയതയുടെ ഒരു ദീപക്കാഴ്ച അരുണിന്റെ പല കവിതകളിലും കാണാം. ആൽവൃക്ഷം തന്നെ അതിന്റെ അകത്തെ ആത്മീയ ബിംബമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. വലിയ കവിതകളേക്കാൾ കുറുക്കിക്കൊള്ളുന്ന അരുണിന്റെ കൊച്ചു കവിതകളും വളരെ നല്ലതായിട്ടുള്ള കാവ്യരേഖകളാണ്. ഉണ്മയും അത്തരത്തിലുള്ള ഒരു കവിതയാണെന്ന് പറഞ്ഞുകൊണ്ട് മായ ഗോവിന്ദരാജ് കുറിച്ചിട്ടുണ്ട്. ഡോക്ടർ മായ ഗോവിന്ദരാജ് ഇതിന്റെ അവതാരിക എഴുതി നമുക്ക് കയ്യിലോട്ട് തരുമ്പോൾ എന്റെ ഒരു കവിതയെക്കുറിച്ച് എനിക്കത് വാല്യൂ നടത്താൻ എനിക്കറിയത്തില്ല. ഓരോ കവിതയും അതിൻ്റെതായിട്ടുള്ള വാല്യൂസ് ഞാൻ ഇതുവരെ നടത്തിയിട്ടുമില്ല. പക്ഷെ അവരതിന്റെ അവതാരിക എഴുതി തന്നപ്പോൾ ശരിക്കും അതിൻ്റെതായിട്ടുള്ള ഒരു സപ്പോർട്ട്, എന്താണ് കവിത, എന്റെ ആ കവിതയുടെ ആ മൂല്യത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ വായനക്കാരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുസ്തകം കണ്ടു കഴിഞ്ഞിട്ട് അവരെ അതിനെക്കുറിച്ചും നമുക്ക് അയച്ചു തന്ന കത്തുകൾ, ചെറിയ ചെറിയ പോസ്റ്റൽ കാർഡുകളിൽ നമ്മുടെ അഡ്രസ്സിലേക്ക് വന്ന കത്തുകൾ, അതും ഒരു സപ്പോർട്ടായിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള അവതാരിക, അതുപോലെ തന്നെ ഇറക്കിയേക്കുന്ന ഗ്രാമം ബുക്സും അതിന്റെ അകത്ത് പത്രാധിപരും ഇതിന്റെ അകത്ത് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇത് ആദ്യത്തെ ഒരു കവിത പുസ്തകമാണ്. ഇതിനുശേഷം ഇനി കഥകളുണ്ട്, ചെറുകഥകളുണ്ട്, ഇനിയിപ്പോ നോവല് തയ്യാറായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഉടനെ തന്നെ വായനക്കാരിലേക്ക് എത്തട്ടെ. ഏറ്റവും മികച്ച നോവലാവട്ടെ, ഒരുപാട് പേരിലേക്ക് വായനക്കാരിലേക്ക് ആ പുസ്തകം എത്തട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. എന്തായാലും അരുൺജി മുനിയറ, ഒരുപാട് നന്ദി ഞങ്ങളുടെ കൂടെ ഇന്ന് എത്തിയതിലും സ്വന്തം കവിതാ സമാഹാരം ഞങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തിയത്. താങ്ക് യു. ഒരുപാട് നാളത്തെ ഒരു പ്രതീക്ഷയായിരുന്നു ശരിക്കും റേഡിയോ മലയാളത്തിൽ വന്ന് കവിത അവതരിപ്പിക്കുക, ഏതെങ്കിലും ഒരു കവിത അവതരിപ്പിക്കുക എന്ന് തന്നെയാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളത്. പക്ഷേ ഇതിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തി ഇൻവൈറ്റ് ചെയ്തു രതീഷ് വിളിച്ചപ്പോൾ പുസ്തകം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ശരിക്കും ഞാൻ വേറൊരു പുസ്തകമാണ് തയ്യാറാക്കി വെച്ചുകൊണ്ടിരുന്നത്, പുസ്തക റിവ്യൂ ലൈബ്രറിയിൽ കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് ഈ പുസ്തകം തന്നെ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അതും ഒരു ഇതാണ് എനിക്ക് കിട്ടിയ ഒരു സന്തോഷം എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. വളരെയധികം വളരെ സന്തോഷം തോന്നി. ഈ പുസ്തകം ഇത് അവതരിപ്പിക്കുവാൻ തോന്നി. ഇങ്ങനെ ഒരു അവസരം കിട്ടിയത് തന്നെ വളരെയധികം ഭാഗ്യമായിട്ട് കരുതുന്നു. താങ്ക് യു അരുൺജി മുനിയറ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ ഇന്ന് അരുൺജി മുനിയറയാണ്
നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം എഴുത്തുകാരനാണ്, കവിയാണ്, അധ്യാപകനാണ്. അതിലൊരു ആകാശവാണിയിൽ കവിതകളും നാടകങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. ഒരു ആക്ടർ കൂടി തന്നെയാണ്, ഒരു അഭിനേതാവ് കൂടി തന്നെയാണ്. ആൽബങ്ങളിലും സിനിമകളിലൊക്കെ തന്നെ അഭിനയിച്ചിട്ടുള്ള ഒരാൾ കൂടി തന്നെയാണ്. അപ്പൊ അദ്ദേഹം എഴുതിയ കവിതാ സമാഹാരം ഇന്ന് നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു, അരുണോദയം. അതുപോലെ ചെറുകഥകളുണ്ട്, കാവ്യസൂക്തം, കാവ്യജാലകം, താരാട്ട് പാട്ടുകൾ, ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഒരു നോവൽ കൂടി തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും ഇന്ന് നമ്മുടെ റേഡിയോ ലൈബ്രറി പൂട്ടേണ്ട സമയമായി. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയും മറ്റൊരു പുതിയ പുസ്തകമൊക്കെ ആയിട്ട് എത്തിച്ചേരാം. അതുവരെ കേട്ടുകൊണ്ടിരിക്കും റേഡിയോ മലയാളം 98.6 FM, ഖത്തർസ് നമ്പർ 1 റേഡിയോ സ്റ്റേഷൻ.